പൊന്നോമനകൾ ജനിച്ചിട്ട് വെറും 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പുറത്തേക്ക്. തിരിച്ചു വരുന്ന സമയത്ത് 2 പൊന്നോമനകളും ഭാര്യയും അടങ്ങുന്ന വീടടക്കം നശിച്ച ആ ഒരു ഭയാനകരമായ ഒരവസ്ഥയാണ് ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, നമ്മളറിയാത്ത എത്രയോ സംഭവങ്ങൾ, ക്രൂരമായ ഭീകരമായ സംഭവങ്ങൾ ഗാസയിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം ഭക്ഷണത്തിനും വെള്ളത്തിനും വകയില്ലാതെ ഉണങ്ങിയൊട്ടിയ വളരെ വിരൂപരായ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് മരണപ്പെടുന്ന ഭയാനകരമായ കാഴ്ച കാണാനും റബ്ബേ നമുക്ക് ശേഷിയില്ല റഹ്മാനെ. കാരണം അത്രയും വലിയ പരീക്ഷണം. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വന്നേക്കാം. ശൈത്താൻ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നേക്കാം. ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് കണ്ടിട്ടായിരുന്നു, അതായത് ഇങ്ങനെ ഫലസ്തീനുമായി വിഷയം സംസാരിക്കുമ്പോൾ റബ്ബ് ഇല്ല എന്ന് പോലും ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാനേ പാടുള്ളതല്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തെ വെച്ചുകൊണ്ട് നമ്മൾ പരീക്ഷിക്കും, അല്ലേ? പരീക്ഷണമാണ്, റബ്ബിൻ്റെ പരീക്ഷണമാണ്. ദുനിയാവിൽ അവരിങ്ങനെ കഷ്ടപ്പെട്ട് ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും അവർക്ക് പ്രതീക്ഷിക്കാം, അല്ലേ, സ്വർഗം റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലേ? ഷഹീദിന്റെ കൂലി. ഒരു തെറ്റും ചെയ്യാത്ത പൊന്നോമനകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ സുഹൃത്തുക്കളെ. കാരണം നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. നമുക്ക് പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗവുമില്ല. യാ അല്ലാ, അവർക്ക് സമാധാനം കൊടുക്കണേ റഹ്മാനെ, നിങ്ങൾ ഭക്ഷണം നൽകണേ അല്ലാ. ഇനിയും തന്നെ അവരെ ഇങ്ങനെ വളരെ ക്രൂരമായി, വളരെ ഭീകരമായി നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഇസ്രായേൽ എന്ന ആ ക്രൂരന്മാരിൽ നിന്നും യാ അല്ലാ അവരെ നീ രക്ഷിക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.